Hi guys, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പുളിയോദര അല്ലെങ്കിൽ tamarind rice അല്ലെങ്കിൽ പിന്നെന്താ പറയുക പുളി സാദം പുളിച്ചോറ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു tamarind rice, lemon rice, ടൊമാറ്റോ റൈസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു പുളിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ പുളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് 1/4 കപ്പ് പുളി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഉടക്കിയാണ്. എന്നിട്ട് ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പുളി ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു വഴി ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ഒരു 3 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു 3 വിസിൽ വന്ന ശേഷം പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ പൾപ്പ് നന്നായിട്ട് വരും. അപ്പോൾ ഒരു 3 വിസിലിന് വന്ന ശേഷം ഞാൻ പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ തുറന്ന് ഒരു അരിപ്പയിൽ കൂടെ വെള്ളമൊഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത്. സോറി, ക്യാമറ ശരിക്കും ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു, ഞാൻ അറിഞ്ഞതേ ഇല്ല. കുറേ കഴിഞ്ഞ ശേഷമാണ് അറിഞ്ഞത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ക്യാമറ ശരിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പുളിവെള്ളം പിഴിഞ്ഞെടുക്കുകയാണ്. അതപ്പം പുളിവെള്ളം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോവാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് നിലക്കടല, കപ്പലണ്ടി ഇല്ലേ, അത് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അല്ലാതെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ ഞാൻ കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചീനച്ചട്ടി ഓൾറെഡി ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനെപ്പോഴും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, സോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 4 വറ്റൽ മുളക്. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉലുവയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് പെട്ടെന്നൊന്ന് ചീനച്ചട്ടി ഓൾറെഡി ചൂടായതുകൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി, കൊറിയാൻഡർ സീഡ്സ്, അതേമാതിരി ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉഴുന്ന് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്നും 1 ടേബിൾ സ്പൂൺ മല്ലിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ വറ്റൽ മുളക് പെട്ടെന്ന് തന്നെ കരിയുന്ന പോലെ തോന്നി. അപ്പം ഞാനത് മാത്രം ഒന്ന് കോരി മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നവരെ വറുക്കുകയാണ്. അതിനുശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വെക്കുകയാണ്. ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാനിത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ ഫാൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആറിക്കിട്ടും, ചൂട് പോകും. ഓക്കെ, അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നന്നായിട്ട് പൊടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതേ ചീനച്ചട്ടി തന്നെ വീണ്ടും ഞാൻ കത്തിച്ചു മീൻസ് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള എണ്ണയിൽ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്യണ്ട, ഞാൻ അറിയാതെ തീ ഓഫ് ചെയ്താണ്, ആ ഒരു ആവേശത്തിൽ തീ ഓഫ് ചെയ്താണ്. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ ഏകദേശം ഒരു 10-12ഓളം വറ്റൽ മുളക് പൊട്ടിച്ചത്, ചെറുതായിട്ട് കട്ട് ചെയ്തത് പൊട്ടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, ആ വറ്റൽ മുളകൊന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില, ഇപ്പം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിച്ചോറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെമൺ റൈസ്, തക്കാളിച്ചോറ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 3 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈ പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. 1/4 കപ്പ് പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം
അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ മുളക് പൊടി ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. വറ്റൽമുളക് എന്നാണ് നമുക്ക് എരിവ് വരുന്നത്. ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേമാതിരി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിറയെ കറിവേപ്പില, ഈ ഒരു റെസിപ്പിയിൽ നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പുളിവെള്ളത്തിൽ കടന്ന കറിവേപ്പിലയുടെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റാണ്. സോ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് തിളക്കുകയാണ്. ഞാനിത് കട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഭംഗിയറിയോ, ഈ ഒരു സമയത്ത് വീട് മുഴുവൻ നല്ലൊരു മണമായിരുന്നു. ആ പുളിവെള്ളം, കായവും മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ ഇരുന്ന് കൂടെ തിളയ്ക്കുമ്പോൾ വീട് മുഴുവൻ നല്ല സൂപ്പർ മണമായിരുന്നു കേട്ടോ. ഇനി തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മധുരം പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് വെള്ളം. എൻ്റെ കയ്യിൽ ശർക്കര പൊടി ഇല്ല. ഞാൻ ശർക്കരയൊക്കെ പാനിയാക്കി വെച്ചു. അപ്പം ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തുട്ടോ. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉണക്കാനല്ല, ചൂടാറാൻ വെച്ചത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട കുത്തും, പിന്നെ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ. അപ്പം ഇത് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് 5 മിനിറ്റ് പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച ശേഷം വേണം നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കാൻ. പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടിയാവും. ഓക്കെ, കണ്ടോ, നമ്മൾ ശരിക്കും നമ്മുടെ ഇഞ്ചിപ്പുളി മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, പുളിച്ചോറിനുള്ള മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കുറേ ഉണ്ടാക്കി വയ്ക്കാം. കുറച്ച് ദിവസമായിരിക്കും, 1-2 ആഴ്ച ആയിരിക്കും. ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് പുളിച്ചോറ് ഉണ്ടാക്കി കഴിക്കാം. ബാക്കി ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ മിക്സിങ് പരിപാടിയുള്ളൂ, വേറെ കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചൂടാറിയ ശേഷം വേണം നമ്മളെപ്പോഴും ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, കണ്ടോ, ശരിക്കും ആ ഒരു തിക്ക് പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ഇഞ്ചിപ്പുളി മാതിരി തന്നെ. ഞാനിവിടെ പൊന്നിയരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി അരിയിൽ ചെയ്തെടുക്കാം, അതേമാതിരി പച്ചരിയിലും ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പ് പൊന്നിയരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പുളിയുടെ പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ചോറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ചോറ് നന്നായിട്ട് വെന്ത ശേഷം വെള്ളം വാർത്ത് കളഞ്ഞാണ്. അപ്പം ഞാൻ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റിൻ്റെ ശരിക്കും പകുതിയോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ 2 കപ്പ് 2.5 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ മുഴുവൻ കറക്റ്റായിരിക്കും കേട്ടോ. 4 പേർക്ക് ഉണ്ണാൻ കറക്റ്റായിരിക്കും പൊന്നിയരി. ഓരോരുത്തരുടെ അരിയും വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഞാൻ ഏകദേശം അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത്ര എത്ര ഫ്ലേവർ വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ എനിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വന്നത് നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെ ആ പേസ്റ്റിൽ നിന്ന് പകുതിയോളം എടുത്തപ്പോഴാണ് കറക്റ്റായിട്ട് ചോറിൻ്റെ ഒപ്പം മിക്സ് ചെയ്തപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നിലക്കടലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക. നമ്മുടെ പുളി സാദം, പുളിയോദര, പുളിച്ചോറ്, ടാമറിൻഡ് റൈസ് എല്ലാം റെഡിയായി. ഇനി ഞാനതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത ശേഷം കാണിച്ചു തരാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്, കാരണം കടലപ്പരിപ്പ്, ഉഴുന്ന്, പുളി, കായം വളരെ നല്ലതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തൊരു അഭിപ്രായം പറയൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.